ഒക്കെ അത് പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് ഒരു കിറ്റ് അരിയുമായിട്ടാണ് വന്നത്. ഒരു കിറ്റ് അരി, പിന്നെ മധുര പലഹാരങ്ങൾ ആയിട്ട് വന്നു. പിന്നെ ദാണ്ട് ഈ കരിവള ദേവിക്ക് സമർപ്പിക്കാൻ ഈ കരിവള കൊണ്ടുവന്ന് കണ്ടില്ലേ? ഇത് ആ കുട്ടി കൊണ്ടുവന്ന കരിവളയാണ്. അതുപോലെ തന്നെ വേറൊരു മോനെ ഈ മധുര പലഹാരങ്ങളെല്ലാം എല്ലാവരും കൂടെ ചേർന്ന് കൊണ്ടുവന്നതാവാമെന്ന് ഞാനൊന്ന് പറഞ്ഞതാ. 4 പേരും കൂടെ വന്നപ്പോഴേ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത്. കണ്ടോ? ഈ കമ്മലുകള്, ഈ വള, 4 പേരും കൂടി ഇവിടെ വന്നു. അദ്ദേഹം ഒരു നൃത്ത അധ്യാപകനാണ്. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ, എൻ്റെ റിയൽ ആർട്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഞാൻ സുനിതയാകുന്നു എന്ന യൂട്യൂബ് ചാനലിലെ ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ നമ്മുടെ ആ ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഇത് കൊണ്ടുവന്നിട്ട് എനിക്ക് കൊണ്ട് തന്നിട്ട് അതൊരു കൊടുക്കൽ വാങ്ങലുകളാണ്. അതായത് അവരുടെ സന്തോഷമാണ് അവർ നമുക്ക് തരുന്നത്. ഒരു നേരത്തെ ധാന്യം ഭക്ഷണം വെച്ചുണ്ടാക്കാനുള്ള ധാന്യമാണ്, വെറും കൈയോടെയല്ല വന്നത്. അപ്പോൾ എന്നിട്ടത് മാത്രമല്ല, നമ്മളെല്ലാവരും എവിടെ ഇരുന്ന് മധുരം കഴിച്ചു, ആഹാരം കഴിച്ചു, അത് സന്തോഷമാണ്. അപ്പോൾ അപ്പോൾ ഞാനുമായിട്ട് അടുക്കുന്ന കൂട്ടുകാർ, എൻ്റെ അരികിൽ വന്നു പോകുന്നവർ, ഈ ലോകത്ത് നമ്മൾ ജീവിക്കില്ല. അപ്പോൾ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനും എടുക്കാനും ഒക്കെയാണ് എൻ്റെ ഈ ചാനൽ. അത് ഞാൻ അവിടെയൊക്കെ പോസ്റ്റ് ചെയ്തപ്പോഴേ ആളുകളുടെ ഇടയിലുള്ള സംസാരം എന്താണ്? ഇത്തിരി പണത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെന്ന്. കാശിന് വേണ്ടിയല്ല നമ്മളിത് ചെയ്യുന്നത്. അത് മറ്റൊരു കാര്യം. ഇത് ജസ്റ്റ് കളിയാണിത്. നമ്മളിത് പണത്തിന് വേണ്ടിയല്ല കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നത്. നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി. അപ്പോൾ ആ കുട്ടികൾ ഞാനത് യൂട്യൂബ് ചാനലിലേക്ക് ഇടാനായിട്ട് ഫോട്ടോ എടുത്തപ്പോൾ ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ പരസ്യത്തിന് വേണ്ടി വന്നതല്ല, ഞങ്ങളെപ്പറ്റി പരസ്യം ചെയ്യാനും വന്നതല്ല, ചെയ്യിപ്പിക്കാനും വന്നതല്ല. ഞാൻ പറഞ്ഞു അറിയാം, പക്ഷെ എൻ്റെ ഉദ്ദേശം, ഞാനിവിടെ ജീവിച്ചത് എന്തിനാണ്, എൻ്റെ പിറവി എന്തിനാണ്, എന്താണ് ജന്മ ഉദ്ദേശം, എന്തിനു വേണ്ടിയാണ് നാം ഇവിടെ ജീവിക്കുന്നത്? നമ്മൾ ജീവിച്ചാൽ ഒരു അർത്ഥം ഉണ്ടാകണം. ആ അർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ വെറുതെ ജീവിച്ചൊന്ന് നോക്കണം, ചുമ്മാ ഒന്ന് ജീവിച്ച് നോക്കണം. ആ വെറുതെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമുക്ക് അർത്ഥങ്ങൾ കിട്ടും. വെറുതെ ഒരു കാര്യമില്ലാതെ കുറേ നാൾ ജീവിച്ച് തിന്നു കുടിച്ച് ചത്തുപോവുക, അതുകൊണ്ട് എന്ത് പ്രയോജനം? നമുക്ക് സ്വന്തം സുഖം, നാം സ്വന്തം സുഖം അനുഭവിക്കുന്നത് മറ്റുള്ളവർക്കും ഒരു സുഖമായി തീരണം. മനസ്സിലായോ? അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, അതെ, നിങ്ങളിവിടെ എനിക്കിതൊന്നും കൊണ്ടുതരാൻ വേണ്ടി, ഇത് പരസ്യമൊന്നും ഞാൻ ചെയ്യുമല്ല, പക്ഷേ നിങ്ങൾ ഇവിടെ ജീവിച്ചു എന്നതിന് മറ്റാരെങ്കിലും നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ വീഡിയോസുകളൊക്കെ അവരെ എടുത്തു വെച്ച് കാട്ടണം. ഇത് കണ്ടില്ലേ, ഞാനിവിടെ ജീവിച്ചപ്പോൾ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാൽ എന്നെ ചോദ്യം ചെയ്യുന്ന നീ എന്ത് ഈ ലോകത്തിന് വേണ്ടി ചെയ്തു, ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തു എന്ന് അവർ എൻ്റെ ഈ ലൈവ് വീഡിയോസുകളും അവർ എനിക്ക് തന്ന ഓരോ കാര്യങ്ങളും ഞാൻ എടുത്ത് വീഡിയോ പോലെ ആക്കി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഇത്തരത്തിൽ പറയുന്നവർ അടുക്കിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഞാൻ ബുദ്ധിയുള്ളവളാണ്, മനസ്സിലായോ? അപ്പോൾ അവരിങ്ങനെ പറയണം, ഞാനിവിടെ ജീവിച്ചതിന് അർത്ഥമുണ്ട്, സമൂഹത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ അതിന് അർത്ഥമുണ്ട്, ഞാൻ വെറുതെ ജീവിച്ചവനല്ല, ഞാൻ വെറുതെ ജീവിച്ചവളല്ല എന്ന് നിങ്ങളോട് തർക്കിക്കാൻ വരുന്നവർക്ക് നിങ്ങൾ എൻ്റെ ഈ ചാനലിൽ കിടക്കുന്ന, നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് തന്നത്, ഞാൻ നിങ്ങൾക്ക് തന്നത്, അതെല്ലാം എടുത്ത് കാട്ടണം. ഞങ്ങളിവിടെ കൊടുക്കൽ വാങ്ങലുകൾ, പരസ്പരം സഹായിച്ചും
സംസാരിച്ചൊക്കെയായിരുന്നു ഞങ്ങളിവിടെ ജീവിച്ചത്, അല്ലെങ്കിൽ ഞാനിവിടെ ജീവിക്കുന്നത് എന്ന് നമ്മളെ വിമർശിക്കുന്നവരോട്, തർക്കിക്കാൻ വരുന്നവരോട് പറഞ്ഞു വയ്ക്കാനാണ് ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്തിടുന്നത്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങൾ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും തന്നാലേ എനിക്ക് വേണമെങ്കിൽ ആരോടും പറയാതെ, ആരെയും അത് കാണിക്കാതെ വീട്ടിലെങ്ങാനും കൊണ്ടുവച്ച് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാം, ആർക്കും ഒന്നും കൊടുക്കാതെ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. നിങ്ങളുടെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് നിങ്ങൾ പോലും അറിയാതെ ഞാൻ കാട്ടിക്കൊടുക്കുകയാണ്. മനസ്സിലായോ? അത് ഞാൻ പണ്ടുതൊട്ടേ പറയുന്ന കാര്യങ്ങളാണ്. അതെന്താണ് പലർക്കും മനസ്സിലാകാത്തതെന്ന് വെച്ചാൽ, അവർ മനസ്സിലാക്കിയല്ല കാണുകയും കേൾക്കുകയും സ്കിപ്പ് അടിച്ചങ്ങ് പോവുക. അതുകൊണ്ടാണ് ഇവിടെ വരുന്ന പലരും പലരോടും ഞാൻ പറയും, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അത് ക്യാമറയുടെ മുന്നിൽ തരുമെന്ന്. അതെന്തിനാന്ന് വെച്ചാൽ, ഒന്ന് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ, രണ്ട് അവർ ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നല്ല കാര്യം ആരെങ്കിലും അവരോട് ചോദിക്കുവാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ എടുത്ത് കാണിക്കും.